ഇനി വാടാ മോനെ ബാ. ഇതിനെന്തോ പറയുന്നേ? ഇത് ഹാംസ്റ്റർ. ഹാംസ്റ്റർ. ഇത് കഴിക്കുമ്പോൾ നിങ്ങൾ ഓർക്കണം. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉറക്കമില്ലാതെ ചെയ്യുന്ന ഒരു സാധനമാണ്. ഇവിടെ കിടക്ക് ഇതിന്റെ മക്കളെ കുഞ്ഞുങ്ങളും. ഹലോ, ഹെൽമിലൂഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ബെൻസി. എല്ലാവർക്കും സുഖമല്ലേ? ദൈവകൃപയാൽ ഞങ്ങളും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പൊ എന്നത്തെയും പോലെ ഇന്നും ഒറ്റ ദിവസത്തെ വ്ളോഗല്ല കേട്ടോ, 2-3 ദിവസത്തെ ഒരുമിച്ച് വെച്ചിട്ടുള്ള ഒരു വ്ളോഗാണ്. ഞാൻ എപ്പോഴും പറയാറുണ്ടല്ലോ, ഞങ്ങളുടെ വിശേഷങ്ങൾ എന്തൊക്കെയാണ്, ഇവിടെ എന്തൊക്കെ നടക്കുന്നു എന്നറിയാൻ കാത്തിരിക്കുന്നവർക്ക് വേണ്ടി അങ്ങനെ ചെയ്യുന്നതാണ് കേട്ടോ. ഇത് കോളിഫ്ലവർ ബാജി ഉണ്ടാക്കുന്നതാണ്. ബോംബെയിലുള്ളപ്പോൾ ഇതൊക്കെ സ്ഥിരമായിരുന്നു കേട്ടോ. കോളിഫ്ലവർ ജസ്റ്റ് ബോയിൽ ചെയ്ത് സാലഡിനകത്തിട്ട് കഴിക്കാറുണ്ടായിരുന്നു. ബോയിൽ ചെയ്ത് കുരുമുളകും ഇത്തിരി നാരങ്ങാനീര് പിഴിഞ്ഞൊഴിച്ച് കഴിക്കാറുണ്ടായിരുന്നു. അന്നൊക്കെ അതൊക്കെ ഒരു ക്രേസ്. എന്റെ പാൻ കണ്ടിട്ട് ആർക്കും ഒന്നും തോന്നരുത് ദയവായിട്ട്. ഇത് മേടിച്ചിട്ട് അധികം നാളൊന്നും ആയിട്ടില്ല. എന്റെ ഒരു ജോസ്യം കാരണം എനിക്ക് ഒറ്റ നോൺ സ്റ്റിക്കും നല്ലതുപോലെ സൂക്ഷിക്കാൻ പറ്റത്തില്ല. എന്ത് ചെയ്യാനാ? വേറെ പാത്രങ്ങളൊക്കെ ഉണ്ട്. ബുൾസൈ ഉണ്ടാക്കുന്നതിന് സെപ്പറേറ്റ് വേറെ പാനുണ്ട്. പക്ഷെ ഈ ദോശയും ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കുന്നതിനകത്തെ ദിവസം ബുൾസൈ ഉണ്ടാക്കത്തുള്ളൂ. എന്നിട്ട് ആ സ്പൂൺ ഇട്ട് കുത്തിയെടുക്കും. എത്ര പറഞ്ഞാലും ഞാൻ പറഞ്ഞു ഇനി ഞാൻ മേടിക്കുന്നില്ല, ഇതിനകത്ത് തന്നെ ഞാൻ ഉണ്ടാക്കത്തുള്ളൂ. കാരണം എത്ര മേടിച്ചാലും ഇത് തന്നെയാണ് അവസ്ഥ. ഭർത്താക്കന്മാർ അടുക്കളയിൽ കയറുന്ന എല്ലാ വീട്ടിലും ഇതൊക്കെ തന്നെ ആയിരിക്കും കേട്ടോ. എനിക്കറിയില്ല എന്റെ എത്ര പാനാണ് നശിച്ചെന്നറിയാമോ. അപ്പോ ചിലതൊക്കെ ഞാൻ നല്ലത് മാറ്റി വെച്ചിട്ടുണ്ട്, തൊടാൻ സമ്മതിക്കത്തില്ല കേട്ടോ. കാരണം അത് എടുത്താൽ എനിക്കറിയാം ഇത് തന്നെയായിരിക്കും അവസ്ഥയെന്ന്. അത് ഞാൻ എടുക്കും, അന്നേരം തന്നെ കഴുകി തുടച്ച് കബോർഡിനകത്താക്കും. കാരണം വീഡിയോയുടെ മുമ്പിൽ എന്തെങ്കിലും നല്ലത് കാണിക്കണമല്ലോ, അതുകൊണ്ട്. അപ്പൊ ഇത് ചില ആഗ്രഹങ്ങൾ നിൽക്കുന്ന നിപ്പിൽ മനസ്സിൽ തോന്നും കേട്ടോ. അതൊരു നൊസ്റ്റു എന്നൊക്കെ പറയാം. കാരണം ബോംബെയിലായിരുന്ന സമയത്ത് കൂടുതലും ചപ്പാത്തിയും സാലഡും ഭയങ്കര, ഓഫീസിലായാലും ചപ്പാത്തി സാലഡും ആയിരുന്നു കൂടുതലും കൊണ്ടുപോകുന്നത്. ബാജി മറ്റുള്ള കുട്ടികൾ കൊണ്ടുവരും, അത് ഷെയർ ചെയ്യും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചപ്പാത്തിയും സാലഡും. കഴിച്ചിട്ടില്ലാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതിനകത്ത് കുറച്ച് മല്ലിയില കൂടി ഇടണം. ബോംബെ ചെന്ന സമയത്ത് എനിക്ക് മല്ലിയില കാണുന്നതേ അറപ്പായിരുന്നു, വെറുപ്പായിരുന്നു. സാമ്പാറിനകത്ത് മല്ലിയില ഇട്ടാൽ കഴിക്കത്തു കൂടിയില്ലായിരുന്നു. പക്ഷെ പിന്നെ ശീലങ്ങളൊക്കെ അങ്ങ് മാറി. മല്ലിയിലയുള്ള സാലഡും ചപ്പാത്തി ഭംഗിയായ ടേസ്റ്റ് ആണ് കേട്ടോ. അപ്പൊ നമ്മുടെ കോളിഫ്ലവർ ബാജിയും വെച്ചിട്ടുണ്ട്. രാവിലെ തൊട്ടേ ഒരു വല്ലാത്ത ഒരു ഇത്, ഇങ്ങനെ കഴിക്കണം. അതുകൊണ്ടാണ് പിന്നെ ഇങ്ങനെ അങ്ങ് ആക്കാന്ന് വെച്ചത് കേട്ടോ. ഇടയ്ക്കൊക്കെ ഞാൻ സാലഡ് ഉണ്ടാക്കി ചപ്പാത്തി കഴിക്കാറുണ്ട്. അങ്ങനെ അത് ഇഷ്ടമുള്ളവര് ഒന്ന് കമന്റ് ഇടണേ. എല്ലാവർക്കും ഒന്നും ഇഷ്ടമായിരിക്കത്തില്ല, ചിലർക്ക് അയ്യേന്നൊക്കെ തോന്നും. ഞാൻ പറഞ്ഞല്ലോ, ഞാന് ബോംബെയിലോട്ടൊക്കെ ചെന്ന സമയത്ത് നമ്മുടെ നാട്ടിലെ ശീലങ്ങളുമായിട്ടാണല്ലോ ചെല്ലുന്നത്. നാട്ടില് ചപ്പാത്തിക്ക് ബീഫ് കറി അല്ലെങ്കിൽ സാമ്പാർ അല്ലെങ്കിൽ കിഴങ്ങ് കറി ഇങ്ങനെയൊക്കെ വേണം. പക്ഷെ അവിടെ ചെന്നപ്പോ നമ്മുടെ എന്തൊക്കെ കറികളുണ്ടോ അതെല്ലാം കൂട്ടി ചപ്പാത്തി കഴിക്കും. തോരനോ പയറുതോരനോ മെഴുക്കുവരട്ടിയോ എന്തും, ഒന്നുമില്ലെന്നുണ്ടെങ്കിൽ പഴം കൂട്ടിയും കഴിക്കും. ഇതെന്റെ തേങ്ങയൊക്കെ ആയി കേട്ടോ. ജോസാൻ ഇത് വെട്ടിക്കളയണം, അതിന്റെ മണ്ടയിലോട്ട് പെരയുടെ മേളിലോട്ട് കിടക്കുന്നത്. ഞാൻ വേണ്ട. എന്നിട്ട് ഞാൻ ഒരു ദിവസം അതിന്റെ അടുത്ത് ചെന്ന് പറഞ്ഞു, നിങ്ങൾക്ക് ആദ്യമായിട്ട് കേൾക്കുന്നവർക്കൊക്കെ തമാശയായിട്ട് തോന്നും, അതല്ല പലർക്കും തമാശയായിട്ട് തോന്നും, വട്ടാണോന്നും തോന്നും. ഞാൻ അതിന്റെ അടുത്ത് എന്ന് പറഞ്ഞു, വേണ്ട നിന്നെ വെട്ടിക്കളയണമെന്നൊക്കെ പറയുന്നു, നീ ഒരു തേങ്ങയെങ്കിലും ആയാലും നിന്നെ വെട്ടിക്കളയത്തില്ലെന്ന്. അപ്പൊ ഒരു പൂവ് ചോദിച്ചു, പൂക്കാലം തന്നെന്ന് പറഞ്ഞ ഒരു 13-14 തേങ്ങയോളം ഉണ്ട് കേട്ടോ. ഇഷ്ടംപോലെ പൂക്കൊല വരുന്നുണ്ട്. പക്ഷെ അതിന്റെ തേങ്ങ അതിൽ കുറച്ചേ ഉള്ളൂ, ബാക്കിയെല്ലാം പൊഴിഞ്ഞു പോവാണ്. നമ്മുടെ സോപ്പ് ധാരാളം പേര് ഇപ്പൊ ഇതാണ് സ്ഥിരം യൂസ് ചെയ്യുന്നത് കേട്ടോ. എത്ര ബാച്ച് എടുത്താലും. ആദ്യമൊക്കെ ഞാൻ ഓരോന്നും ആദ്യം 4 സൈസ് സോപ്പായിരുന്നു, 10 എണ്ണം 15 എണ്ണം വെച്ചാണ് എടുത്തുകൊണ്ടിരുന്നത്. അപ്പൊ അതിന്റെ അളവ് കൂടി ഇപ്പൊ 100-150 വെച്ചൊക്കെയാണ് എടുക്കുന്നത്. എന്നാലും അത് ഒരാഴ്ച കൊണ്ട് തന്നെ തീരും കേട്ടോ. പുതിയ ബാച്ച് നമ്മുടെ പപ്പായ ഓയിലും വന്നിട്ടുണ്ട്. പലർക്കും സംശയമാണ് പപ്പായ ഓയിലിനെ കുറിച്ച്. അത് വെളിച്ചെണ്ണയും വൈറ്റമിൻ ഇ ക്യാപ്സ്യൂളും പഴുത്ത പപ്പായയുമാണ് അതിനകത്ത്. സ്കിൻ കെയർ ആണ് കേട്ടോ. നമ്മുടെ ഫേസിലോ കയ്യിലോ കാലിലോ നിങ്ങൾക്ക് എവിടെയാണെന്ന് വെച്ചാൽ അപ്ലൈ ചെയ്യാൻ, സ്കിൻ സോഫ്റ്റ് ആവാനും സ്മൂത്ത് ആവാനും. ഇത്തിരി കളർ വെക്കുന്നെന്ന് പറയുന്നവരും ഉണ്ട് കേട്ടോ. ഞാൻ എല്ലാവരുടെ യൂസ് ചെയ്തവരുടെ അടുത്ത് ഫീഡ്ബാക്ക് ചോദിക്കാറുണ്ട്. യൂസ് ചെയ്തിട്ട് വീണ്ടും ഓർഡർ തരുന്നവരും ഉണ്ട്. അവരുടെ റിലേറ്റീവ്സിന് മക്കൾക്കൊക്കെ മേടിച്ചു കൊടുക്കുന്നവരുണ്ട്. ഇപ്പം പുതിയ ബാച്ച് സോപ്പ് കുറച്ചൊക്കെ മേശപ്പുറത്തോട്ട് അടുക്കി വെച്ചു. ഇനിയിപ്പം ആദ്യമൊക്കെയാണ് ചെറുതായിട്ട് ഒട്ടുന്ന ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഇപ്പൊ അതൊക്കെ മാറിയിട്ടുണ്ട്. അതിനകത്ത് വേറെ കെമിക്കൽസ് ഒന്നുമില്ല കേട്ടോ, ഒറിജിനൽ സാധനമാണ്. അതുകൊണ്ടാണ് ഈർപ്പമൊക്കെ അങ്ങനെ വരുന്നത്. അപ്പൊ അതൊക്കെ പരിഹരിച്ച് പുതിയ പാക്കിംഗ് ഒക്കെ ആയിട്ടുണ്ട് കേട്ടോ.
സമയം രാത്രി 10:30 കഴിഞ്ഞു. രണ്ടുപേരും എനിക്ക് കാവലിരിക്കുവാണ്. ഇരുന്ന് ഉറങ്ങുവാന്നോ? ആണോ? ആണോ? മീൻ വറുത്തതിൻ്റെ മുള്ളുമൊക്കെ തിന്നേച്ച് രണ്ടുപേരും ഇനി ഞാൻ കതകടച്ച് കയറിപ്പോണം. ഏതെങ്കിലും ഒരു ബ്ലോഗിൽ അവരെ കാണിച്ചില്ലെന്നുണ്ടെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് വരും, ബെൻസി മോള് പരാതി പറഞ്ഞു, ഇന്ന് ശങ്കരനെ കണ്ടില്ല, മറ്റേ പൂജക്കുഞ്ഞിനെ കണ്ടില്ല, അപ്പൊ ഇടയ്ക്ക് ഇച്ചിരിയെങ്കിലും ഒന്ന് കാണിക്കണേ. കൊച്ചു മക്കള് വ്ലോഗ് കാണുന്നവരുണ്ടെന്നേ, അപ്പൊ അവരിതൊക്കെ കാണാൻ വേണ്ടിയാണ് ഇത് കാണുന്നത്. അപ്പൊ അവരെ ഒന്ന് പരിഗണിക്കണമല്ലോ. മീനച്ചാർ ഇടുവാണ് കേട്ടോ. ഓരോ ബാച്ച് ഇടുമ്പോഴും എനിക്ക് ടെൻഷനാണ്. കാരണം ഇത്രയും വർഷമായി അച്ചാർ ഇടുന്നത്, എങ്കിലും ഓരോ ബാച്ച് ഇടുമ്പോഴും അതിന്റെ ഫീഡ്ബാക്ക് കിട്ടുന്നത് വരെ എനിക്ക് സമാധാനമില്ല. കാരണം ഓരോ ബാച്ചും എങ്ങനെ കുറെ കൂടി നന്നാക്കാം ആ രീതിയിലാണ് കേട്ടോ. ഞാൻ ഇവിടുന്ന് ഒരിക്കലും 100 കിലോ 200 കിലോ അങ്ങനെ ഒന്നും ഇട്ട് വെക്കാറില്ല. ആദ്യം തൊട്ടേ നിങ്ങൾ എന്റെ വീഡിയോ കാണുന്നവരാണല്ലോ. കൂടിപ്പോയാൽ ഒരു 50 കിലോ ഒക്കെ അത്രയൊക്കെ ഇട്ടിട്ടുണ്ട്. നമുക്കറിയാം ഒരു കണക്ക്, ഒരാഴ്ചത്തേക്ക് എത്ര വേണം. അപ്പോൾ അതനുസരിച്ചാണ് ഇവിടുന്ന് ചെയ്യുന്നത്. പിന്നെ ഇന്റർനാഷണൽ കൊറിയർ അയക്കുമ്പോൾ എപ്പോഴും എന്റെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ടെങ്കിൽ പോലും ഞാൻ അത് അയക്കാറില്ല. ഇന്നിപ്പോ ഇന്റർനാഷണൽ അയക്കണമെന്നുണ്ടെങ്കിൽ ഒരു 2 ദിവസം മുമ്പ് ഇടും, അതായിരിക്കും അവർക്ക് അയച്ചു കൊടുക്കുന്നത്. കാരണം ഒരു 10 തൊട്ട് 14 ദിവസം വരെയാണ് പറയുന്നത്. അപ്പൊ ബൈ ചാൻസ് പിന്നെയും ലേറ്റ് ആയാല് ഈ ഇട്ട് വെച്ചത് ഇട്ട് കൊടുക്കുമ്പോൾ അത്രയും ദിവസങ്ങളൂടെ മുമ്പോട്ട് പോകുമല്ലേ. ആ ഒരു ഇതും കൊണ്ട് അങ്ങനെയും ചെയ്തു കൊടുക്കാറുണ്ട്. അതുകൊണ്ട് ഒരിക്കലും നമ്മൾ കൂടുതൽ ഇട്ട് വെച്ചേക്കാറില്ല കേട്ടോ. ഇട്ട് വെച്ചെന്ന് പറഞ്ഞ് കുഴപ്പമൊന്നും ഉണ്ടെന്ന് ഞാൻ പറയില്ല, ഒരു കുഴപ്പവും വരില്ല. കാരണം മാസങ്ങളോളം ഇത് പുറത്ത് ഒരു കേടും ഇല്ലാതിരിക്കും. പക്ഷെ നമുക്ക് ഒരാഴ്ച അത് കഴിഞ്ഞാൽ പിന്നെ വീണ്ടും ഇട്ടേ പറ്റത്തുള്ളൂ. അപ്പൊ ഇടയ്ക്ക് ഇവരുടെ അടുത്തും കാര്യം പറയും, ഇടയ്ക്ക് ഞാൻ എന്റെ കാര്യങ്ങൾ നടക്കുന്നു. ജോസാൻ അവിടെ അച്ചാറിടുന്ന സമയത്ത് ജോസാൻ ഇവിടെ ശല്യപ്പെടുത്താൻ വരില്ല കേട്ടോ. കാരണം എന്റെ കോൺസെൻട്രേഷൻ പോകത്തക്ക രീതിയിൽ ഞാൻ ആരോട് സംസാരിക്കത്തില്ല, ഒരു ഫോണും എടുക്കത്തില്ല. കാരണം ഒരു സ്പൂൺ ഉപ്പ് കൂടിപ്പോയാൽ മതി നമുക്ക് പ്രശ്നം വരാനായിട്ട്. ഇത് ഞാൻ ഇതിന്റെ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ എത്ര നോക്കിയിട്ടും കാണുന്നില്ല. ഇത് ഉണങ്ങിയ സമയത്ത് പഴുത്ത ഏത്തക്ക ഉണങ്ങിയതാണ് കേട്ടോ. ഇങ്ങനെ കീറി വെച്ച് വെയിലത്ത് വെച്ചിട്ട് ഒരു 3-4 ദിവസത്തെ ഉണക്കും. ഇപ്പൊ ഇത് ഈർപ്പം പോലെയൊക്കെ തോന്നും, പക്ഷെ അത് പൂക്കത്തൊന്നുമില്ല കേട്ടോ. ഇതെനിക്ക് തോന്നുന്നൊരു 3-4 മാസമായി ഇത് ഈ ബോട്ടിലിനകത്തായിട്ട്. ഇടയ്ക്ക് ഇങ്ങനെ തോന്നുമ്പോൾ ഓരോന്നെടുത്ത് കഴിക്കും. ഇതുവരെയും തീർന്നിട്ടില്ല. നല്ല ടേസ്റ്റ് ആണ് കഴിക്കാൻ കേട്ടോ. നല്ല സോഫ്റ്റുമാണ്. എത്ര ഉണങ്ങിയാലും അങ്ങ് ക്രിസ്പി ഒന്നും ആവത്തില്ല. ഇത് ഒരു മാതിരി വഴുക പോലെ ഒരു സ്മൂത്ത് ആൻഡ് സോഫ്റ്റ് ആണ്. നല്ലതാണ് കേട്ടോ. നിങ്ങൾ പറ്റുമെന്നുള്ളൊരു വെയിലൊക്കെ ഉണ്ടെങ്കിൽ വെയിലത്ത് പഴുത്ത ഏത്തക്കയൊക്കെ ഇങ്ങനെ ഉണക്കി വെച്ചാൽ നല്ലതാണ് കേട്ടോ. എവിടെ പോകാൻ റെഡി ആയിട്ട് നിൽക്കുകയെന്നറിയാമോ? നിങ്ങളൊക്കെ കുറേ നാളായിട്ട് എൻ്റെ അടുത്തൊരു സംഭവം ചോദിക്കുന്നില്ലേ? അപ്പോൾ അതൊരു വീട്ടിൽ ഉണ്ടെന്നറിഞ്ഞു. അതിനു വേണ്ടി പോവാം കേട്ടോ. അവിടെ ചെന്നിട്ട് കാണിക്കാൻ എന്താണെന്ന്. പെട്ടെന്ന് ഇറങ്ങും. പെട്ടെന്ന് ചർച്ചയിൽ നിന്ന് ഇങ്ങോട്ട് വന്നേ ഉള്ളൂ. ഉടനെ അടുത്ത പരിപാടിക്ക് ഞങ്ങൾ പോന്നു. യോസനൊന്നും മരം കയറുന്നത് ഇതുവരെ ആരും കണ്ടിട്ടില്ല. യോസനെ ഇന്നും മരം കയറ്റുന്നതായിരിക്കും. അങ്ങനെ നമ്മൾ ഒരു കാര്യം എടുക്കാൻ പോകുന്നു. നമ്മുടെ പൂന്തോട്ടത്തിൽ എന്നും ഇപ്പോൾ ഓരോ പൂക്കളുണ്ടേ. ഇത് ഞാൻ നിങ്ങളെ കാണിച്ചില്ലല്ലോ. നമ്മുടെ തെങ്ങ് കണ്ടോ, കുറേയൊക്കെ പൊഴിഞ്ഞു പോയി. എനിക്ക് തോന്നുന്നു ഹെൽത്തി ആയിട്ടുള്ള 2 എണ്ണേ ഉള്ളൂ, ബാക്കിയൊക്കെ പോയി. അടുത്ത കൂമ്പ് വരുന്നുണ്ട്. നല്ല വെയിലും ഉണ്ട്, എന്നാൽ മഴയുണ്ട്. അതോടാ ഇവിടോ? അതെ, ലിവിങ് കൊണ്ടുവരാന്ന് പറഞ്ഞു. അപ്പം നമ്മൾ വണ്ടിയിലോട്ട് കയറട്ടെ. ഞങ്ങളുടെ കനാലിൽ വെള്ളം, കനാല് തുറന്നു. ഇച്ചിരി വെള്ളം കാണിരും. ഫുള്ള് നിറഞ്ഞു വരിക. നമ്മുടെ വീടിൻ്റെ അടുത്താണ് കേട്ടോ നമ്മൾ പോകുന്നത്. നമ്മുടെ വീടിൻ്റെ തൊട്ടപ്പുറത്താണ് കേട്ടോ. കുറേ നാളുകൾക്ക് ശേഷമാണ് ഞാൻ ജോസൻ്റെ 2 വീലറിൽ ബുള്ളറ്റ് കൊടുത്തു കേട്ടോ. ബുള്ളറ്റ് ഉള്ളപ്പം പോകുമായിരുന്നു. ഇതിനകത്ത് ഞാൻ അങ്ങനെ അധികം ഇരുന്നിട്ടില്ല. ഒരു പ്രാവശ്യം ഒരു പ്രയറിന് ഇവിടെ അടുത്ത വീട്ടിൽ പോയപ്പം ഇവിടെ തന്നെ ആയിരുന്നു. അത് കഴിഞ്ഞ് ഇപ്പോഴാണ്
എനിക്ക് വയ്യേ വയ്യ. എന്തുമാത്രം പൊഴിയോ നിങ്ങൾ വേണമെങ്കിൽ നേരത്തെ പറഞ്ഞു ഇഷ്ടംപോലെ പൊഴിയോ എന്തും പിടിക്കില്ല. 2 ചാക്കുമൊക്കെ എടുത്തോണ്ട് ജോസാൻ എൻ്റെ അടുത്ത് പറഞ്ഞു എൻ്റെ ഒരു ബൾബറിക്കാ പറിക്കു വന്നേ. ഷെറിൻ മാത്രമേ അത് കഴിക്കത്തുള്ളൂ. മാത്രമേ കഴിക്കൂ. കുഞ്ഞിലെ ഞങ്ങളുടെ വീട്ടിൽ ഇഷ്ടംപോലെ മൾബറി ഉണ്ടായിരുന്നു കേട്ടോ. മൾബറിയുടെ ഇല പലരും തോരൻ വെക്കും, തളിരല ഞാൻ ഇതുവരെ വെച്ചിട്ടില്ല. അപ്പൊ നമ്മുടെ അടുത്ത വീട്ടിൽ തന്നെയാണ്. ജോസാന്റെ അടുത്ത് പറഞ്ഞ് ഇഷ്ടം പോലെ ഉണ്ടെന്ന് പറഞ്ഞ് ചാക്ക് കണക്കിനുണ്ട്. ഞാൻ അങ്ങനെ വലിയൊരു ചാക്കുമൊക്കെ ആയിട്ട് പോയതാണ് കേട്ടോ. അപ്പം പക്ഷെ ചാക്ക് എടുത്തത് വെറുതെ ആയില്ല, അതിനകത്ത് കൊണ്ടുവരാനുള്ളത് ഉണ്ടായിരുന്നു. ഇപ്പൊ ഒരു 3-4 ബാച്ച് ഇരുമ്പമ്പുളി ഇട്ട് കേട്ടോ. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ഇതാണ് ഇരുമ്പമ്പുളി. അതേക്കുറിച്ച് പിന്നെ പറയാം. അപ്പൊ അവിടെ ചെന്നിട്ട് കണ്ണി കണ്ടതൊക്കെ പറിച്ച് തിന്നുവാണ് കേട്ടോ. ഞാൻ ഇപ്പൊ കുറേ നാളിന് ശേഷമാണ് ഇത് കഴിക്കുന്നത്. വേണ്ട, ഞാൻ പേയ്മെന്റ് ചെയ്തിട്ടുണ്ട്. പേയ്മെന്റ് റിസീവ് ആയെന്ന് നോക്കിയേ. അതെ അതെ, ഓക്കെ, താങ്ക് യു. നിങ്ങളിപ്പോ വിചാരിക്കും ഇത്രയ്ക്ക് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി എന്തിനാ തിന്നുന്നേന്ന്. എന്റെ ദൈവമേ, കുഞ്ഞിലെയൊക്കെ ഏതൊക്കെ പറമ്പുണ്ടോ അവിടെ എല്ലാം കയറി പറക്കി തിന്നുമായിരുന്നു. ഇപ്പം പക്ഷെ പഴയതുപോലെ പുളിയൊന്നും തിന്നാൻ പറ്റുന്നില്ലെന്നേ. ഇച്ചിരി പുളിയുള്ളത് തിന്നാല് 2 ദിവസം പല്ലിന് പുളിപ്പായിരിക്കും. പറഞ്ഞോണ്ടാ ഇവിടെ ഇഷ്ടം പോലെ ഉണ്ടോ. ഞാൻ പറഞ്ഞെങ്കിൽ ഒരു കാര്യം ചെയ്യ, ഒരു ചാക്കും കൊണ്ട് പക്ഷെ ഇത് പെട്ടെന്ന് പല്ലായി പോകുന്നേ. 2 ദിവസം കൊണ്ടാ വിളയുന്നത്. ഞങ്ങൾ ഇന്നലെ പറിച്ച് അവിടെ ഇരിക്കുന്നത്. ഒരുമിച്ചങ്ങിടാന്ന് വെച്ച് ഞാൻ ഇടും, പക്ഷെ വിളയാൻ നിർക്കട്ടെന്ന് പറഞ്ഞതാ. കൊറേ ആയി കിട്ടി, കണ്ടത് കണക്കല്ല. തീരെ പൊടി പറിക്കണ്ട കേട്ടോ. ഒരു 5-6 ദിവസം കൊണ്ട് കഴിയുമ്പോ ഉണ്ട് കേട്ടോ. ഒരാഴ്ച വേണമെന്നില്ല. ചുമന്ന ചീര, വെള്ളച്ചീര ഇതൊക്കെ നല്ലോലെ മുറ്റി വിത്താവാൻ തുടങ്ങിയിട്ടുണ്ടേ. അപ്പൊ അതിന്റെയും കുറച്ച് വിത്തെടുത്തു. ചിലതായി വരുന്നതേ ഉള്ളൂ. അങ്ങനെ അങ്ങ് എടുത്താൽ മതി. ഞാൻ അയ്യത്ത് കൊണ്ട് വിതറിക്കോളാം. ഇപ്പൊ മഴയില്ലേ, പിടിച്ചോളും. ഇത് മൊത്തം കുടിക്കട്ടെ, കളഞ്ഞാലില്ലയോ? എല്ലാം കളിക്കണമെന്നില്ലല്ലേ നമുക്ക്. പക്ഷെ ഉണങ്ങാനുണ്ടോ? ഇച്ചിരി ഉണങ്ങാനുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. ഉണങ്ങട്ടെ, ഉണങ്ങട്ടെ, പിന്നെ മതി. നിക്കട്ടെ ഇവിടെ. ഇഷ്ടംപോലെ തൈ വീഴുവാ. തൈ വേണമെങ്കിലും വീഴുന്നുണ്ടോ? അല്ലേ, ഞങ്ങൾ അങ്ങനെ ഇതൊക്കെ പറിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് പറഞ്ഞ അവിടുത്തെ മോന് കുറച്ച് ഹോബീസ് ഉണ്ട്. അതൊക്കെ ഒന്ന് കാണാൻ വിളിച്ചേ. അവിടെ ചെന്നപ്പോ കണ്ട കാഴ്ച എന്റെ ദൈവമേ. അയ്യോ, ഇതായിരുന്നു. അവന്റെ ഭയങ്കര ക്രൈസ് ആണ് കേട്ടോ. ദൈവമേ, ചെന്ന് കണ്ടപ്പോ എങ്ങനെ ഇതിനെയൊക്കെ പരിപാലിക്കുന്നു. പറക്കുന്നതാണോ? ഇല്ല, പാടാ. ഇങ്ങനെയുള്ളവരെയൊക്കെ എനിക്ക് ഇഷ്ടമാണ്. പക്ഷെ എന്നെ വളർത്താൻ എനിക്ക് താല്പര്യമില്ല കേട്ടോ. കാരണം അതുപോലെ അവരെ കെയർ ചെയ്യണം. അവരെന്തെല്ലാം കാര്യങ്ങൾ അവിടെ ചെയ്തു വെച്ചേക്കുന്നത്. എന്നെ കൊണ്ട് ഇതൊന്നും പറ്റൂല. ഇതെന്ത് തള്ളയാണോ? അല്ല, ഇത് മെയില്. മറ്റേത് രണ്ടും ഫീമെയിൽ. തറ വീഴുവോ? ഞാൻ രാവിലെ പോകുമ്പോൾ ഇതിവിടെ കാണത്തുള്ളൂ. പക്ഷെ ഞാൻ രാത്രി വന്നു കഴിയുമ്പോൾ ഇവിടെ എന്തെങ്കിലുമൊക്കെ കാണും. നമ്മളിത് കാണുന്നില്ലല്ലോ. ഞാൻ പറക്കുന്ന എലിയൊക്കെ ഇട്ടിട്ടുണ്ട്. അത് ഷുഗർ ഗ്ലൈഡറാ. ഇതിനെന്താ പറയുന്നേ? ഇത് ഹാംസ്റ്റർ. ഹാംസ്റ്റർ. ഇതിനേറെ ഫുഡ് എന്തൊക്കെയാ? ഇത് ക്യാറ്റ് ഫുഡ് കൊടുക്കും, മോനെ തറ വീഴല്ലേടാ. വെജിറ്റബിൾസ് കൊടുക്കും, മില്ലറ്റ്സ് കൊടുക്കും, ബിസ്ക്കറ്റ്, അയ്യോ, എന്ത് സുഖ കൈ പിടിക്കാൻ. എനിക്കൊരു പൂച്ച മേടിച്ച് വളർത്തണമെന്ന് പറഞ്ഞിട്ട് ജോസ സമ്മതിക്കത്തില്ല. നല്ല ചെലവ്. ഇവിടെ ഉണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആർക്കോ എടുത്തു കൊടുത്ത്. എനിക്കാന്ന് ഇതിനൊന്നും ഇഷ്ടമല്ല. പക്ഷെ പൂച്ച എടാ മോനി, ഇവിടെ കിടക്ക് നിന്റെ മക്കളെ പോയി, ഞാൻ പോയി. ഇതിന്റെ ഫുഡില്ല, സ്മെല്ലുണ്ടോ? ഇങ്ങനെ എടുക്കാമോ? ഇതെന്തുവാ? ഇത് ആഫ്രിക്കൻ പിഗ്മി ഹെഡ് ജോക്ക്. ഇത് ഈ എലിയുടെ വർഗത്തിൽപ്പെട്ടയാണോ? അല്ല, ഇത് മുള്ളംപന്നിയെ പോലെ. ഇതെല്ലാം സ്പൈൻസാ. മെല്ലെ തൊട്ട് മെല്ലെ ആ ഫേസിൽ. അയ്യോ, ഇതിനെയൊക്കെ എവിടുന്ന് കിട്ടുന്നേ?
എക്സോട്ടിക് പെറ്റ്സാ കിട്ടും, നമുക്ക് വാങ്ങിക്കാൻ പറ്റും. ഇതേ നമ്മളിങ്ങനെ കൈവച്ച മണക്കും കേട്ടോ. മണക്ക് നോക്കിയിട്ട് നമ്മളായിട്ട് പരിചയം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ഇത് കൈ വരൂ. തല പുറത്തു, അല്ലെങ്കിൽ ഇത് ബോൾ പോലെ അങ്ങ് ചുരുളും. ഈ ഇതെല്ലാം കൂടെ വയറിന്റെ അങ്ങോട്ടുണ്ട്. ഓക്കെ, എന്നെ മണോ ഇല്ലല്ലോ, ഇപ്പം പോവായിരിക്കും. എടാ എന്നെ കളിക്കല്ലേ. ഒന്നും പറ്റും. അത് ആർക്കും ഇതിന് എവിടുന്ന മേടിച്ചേ? കൊട്ടാരക്കരയുണ്ടോ? ഇത് ആലപ്പുഴയിൽ വന്നത്. എന്റെ പൊന്നേ, എടാ ഷെറിനെ, നീ ഇതേപോലെ വല്ല ഇവിടെ ആക്കുമ്പോ വിളിക്കണം കേട്ടോ. ഇങ്ങനൊക്കെ ഞാൻ ഒരു കഴിഞ്ഞ 2 പ്രാവശ്യം ഒരു പൂച്ചയെ കൊണ്ടുവന്നായിരുന്നു, അത് മലപ്പുറത്തുനിന്ന് വന്നേ. ഇതിനെ എനിക്ക് കയ്യിലെടുക്കണ്ട, അല്ലാണ്ടേ സ്മെല്ല് അറിയാമെങ്കിൽ കൈ നിന്നോളൂ, അപ്പം വേറെ എടുക്കത്തില്ല. ഈ അല്ലാതെ സൗണ്ട് അറിയാത്ത സ്മെല്ലായോണ്ട് ഇങ്ങനെ. ഇത് അറിയാവുന്നവരടുത്ത് ഇത് വളരെ സോഫ്റ്റാ, അറിയാത്തവരടുത്ത് ഇതിങ്ങനെ. ഇതിന്റെ പേരൊന്നുകൂടെ പറഞ്ഞേ. ഹെഡ് ജോഗ് എന്ന് പറയും. ഹെഡ് ജോഗ്. കയ്യിൽ അങ്ങനെ കൊണ്ടിരുന്ന അത് മതിയേ. അങ്ങനെയൊന്നുമില്ല. അത് പ്രഗ്നന്റ് അതിനെ എടുക്കും. അയ്യോ, ഇതാണോ? ഇതിനകത്ത് എന്തിനാ വെക്കുന്നത്? അത് ആ പെട്ടിയില്. ഓ, 2 2ആയിട്ടാ. ഇവര് ഈ പറക്കുന്ന കുഴപ്പമില്ല, പറക്കുന്ന എലി ഓരോരുത്തർ വളർത്തുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. അത് എലിയല്ല, അത് സ്ക്യൂലലിന്റെ ഇതിനകത്ത് വരുന്നത് ഷുഗർ ഗ്ലൈഡർ എന്ന് പറയും. എനിക്ക് ഇനിയൊന്നും പേരറിയത്തില്ല. എനിക്ക് ഇതിന്റെ പേരൊന്നും. ഇതിനെയൊക്കെ അതുപോലെ നോക്കണ്ടേ. മുള്ളം പന്നി ഇനി വാടാ മോനെ, ആൾക്കാരെ അറിയാത്തവരെ ഇനി വാടാ മോനെ, വാ വാ വാടാ അടിവെള്ളം പാറി. വാ അടിയാൻ തരും. വാടാ, വിശക്കുന്നോ? വാ കേറി ഇങ്ങോട്ട്. ആണ്ടോ പോയി. ഇതെന്തോ ഇതിനകത്ത് അറക്കപ്പൊടിയോ? ഓ, ഇത് മേടിക്കുന്നയാ. അപ്പൊ നീ ഇതിനു വേണ്ടി കുറെ പൈസ മുടക്കുന്നുണ്ട്. പക്ഷേ മിക്ക ദിവസം കൊച്ചിന് ബുക്കും റെക്കോർഡും എന്നൊക്കെ പറഞ്ഞ പൈസ വഴിക്ക് പോകുന്ന ഞാൻ ഇങ്ങോട്ട് കയറാറ്. ഇതിനെത്ര രൂപയാ? അത് അത് പറയത്തില്ല. തനിമുള്ളം വന്നി. അവർക്ക് നേരെ ഈ വെള്ളം കുടിക്കേണ്ടപ്പോ അറിയാമോ അവിടെ ചെന്ന് ചെയ്യാൻ? കണ്ണാണതല്ല. അപ്പൊ ദാഹിക്കുമ്പോ ഇവർക്ക് ഇതിനെയൊക്കെ വാങ്ങാൻ കിട്ടും കേട്ടോ. ഇതൊരു എന്താണ്, ഇതിന്റെ അടുത്തൊക്കെ ക്രൈസ് ഉള്ള ഒരു വീടുകളിൽ വളർത്തുന്നവരുണ്ട്. പക്ഷെ എനിക്ക് ഇതിനോടൊന്നും വലിയ താല്പര്യമില്ല, കാണാൻ ഇഷ്ടമാണ്. അങ്ങനെ കുറെ നേരം അവിടെ സ്പെൻഡ് ചെയ്ത ശേഷം ഞങ്ങള് വീട്ടിലെത്തി. ഈ ഇരുമ്പം പുളിയുടെ കാണുമ്പോൾ നമ്മൾ ചിന്തിക്കും അയ്യോ വളരെ എളുപ്പമാണ്, പക്ഷെ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. ഇതിന് വേറെ എന്തെങ്കിലും മെത്തേഡ് ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് പറഞ്ഞു തരണേ. എനിക്ക് തോന്നുന്നു ആദ്യം തന്നെ അതിന്റെ ആ മണ്ടയിലത്തെ ആ പൊടിയും ആ വാലിഞ്ഞിട്ടും ഒക്കെ ഉണ്ടല്ലോ, അത് കളഞ്ഞിട്ട് വെള്ളത്തിലിട്ട് കഴുകിയെടുക്കുന്നതായിരുന്നു കുറച്ചുകൂടി ഈസിന്ന് പിന്നീട് എനിക്ക് തോന്നി. ഞാൻ ആദ്യം തന്നെ വെള്ളത്തിലിട്ട് ഭയങ്കര മെനക്കേടായി പോയി കേട്ടോ, അതിന്റെ ആ ഇതെല്ലാം കൂടെ പറിച്ച് കളയാൻ. അപ്പം വെള്ളത്തിൽ ഇട്ടിട്ട് ഓരോന്നോരോന്നും ക്ലീൻ ചെയ്ത് പറക്കി വീണ്ടും വെള്ളത്തിൽ ഇട്ടിട്ട് അതിനെ വീണ്ടും കഴുകി വാരി ഒരു 3-4 പ്രാവശ്യം കഴുകി വാരേണ്ടി വന്നു കേട്ടോ. നല്ല മെനക്കേടാണ്, മണിക്കൂറുകൾ എടുത്ത് ഇതൊന്ന് ക്ലീൻ ചെയ്തെടുക്കാൻ. ഇതിന് വേറെ എന്തെങ്കിലും മെത്തേഡ് ഉണ്ടെങ്കിൽ നിങ്ങൾ പറയണേ. ഇപ്പോ കാണുന്നവർക്ക് തോന്നും അയ്യോ ഇതൊക്കെ ശരീരത്തിന് ദോഷമല്ലേ, ഇതൊന്നും കഴിച്ചൂടാ. ശരിയാണ്, പൊതുവെ പറയാറുണ്ട് ഇരുമ്പുളി അങ്ങനെ അധികം കഴിച്ചൂടാ, കിഡ്നിക്ക് കേടാണെന്ന്. പക്ഷെ അധികമായാൽ അമൃതം വിഷം. ഒരു 2-3 പീസ് അച്ചാർ കഴിക്കുന്നത് കൊണ്ട് വലിയ ദോഷമുണ്ടെന്നൊന്നും എനിക്ക് തോന്നില്ല. ധാരാളം പേരുടെ ഇത് മേടിച്ചു കേട്ടോ, ഇപ്പോഴും മേടിച്ചുകൊണ്ടിരിക്കുന്നു. 10:45 15 മിനിറ്റ് എന്തിനാ വെറുതെ കളയല്ലേ. ഇത് കഴിക്കുമ്പോൾ നിങ്ങൾ ഓർക്കണം, കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉറക്കമില്ലാതെ ചെയ്യുന്ന ഒരു സാധനമാണ്. അതുകൊണ്ട് ഇത് കഴിച്ചാൽ നിങ്ങൾക്ക് ഉറക്കം വരും, ഞങ്ങൾക്ക് ഉറക്കമില്ലാത്തതുകൊണ്ട്. രാവിലെ അല്ല ഉച്ചയ്ക്ക് 1:30 തൊട്ടുള്ള പരിപാടി. 1:30 പോയി പറിക്കാൻ പോയി.
അവിടെ കുറച്ച് വർത്തമാനമൊക്കെ പറഞ്ഞ് നിന്ന് 3 മണിയായപ്പോൾ വന്ന് അതിനുശേഷം വെള്ളത്തിയിട്ട് കഴുകി കുറച്ച് ക്ലീൻ ചെയ്ത് പിന്നെ പ്രാർത്ഥനയ്ക്ക് പോയി വന്ന് കുറച്ച് ഇത് പല വീട്ടുകളിൽ നടത്തുന്നതായിട്ടാണ്. 3 വീട്ടിലെ സാധനമുണ്ട്. പിന്നെ പ്രെയർ കഴിഞ്ഞ് വന്ന് ബാക്കി ക്ലീനിങ് എല്ലാം കൂടെ ആയപ്പോഴത്തേക്ക് ഇതായിപ്പം 10:45 കഴിഞ്ഞു. ഇനി ഇതെല്ലാം അരിഞ്ഞെടുക്കട്ടെ. ഇതിൻ്റെ മേത്ത ഈ അഴുക്ക് ഇത് കളയാനാ പാട്. ക്ലീൻ ചെയ്തെടുത്തു. ഇനിയിപ്പം ഇതും അതിൻ്റെ ഇതും മാത്രമേ ഉള്ളൂ. അത് ദിവസം കട്ട് ചെയ്ത് തരും. ഞാനപ്പോഴത്തേക്ക് അരിയും. ഒരു 3-4 വെള്ളത്തിൽ കഴുകിയെടുത്തതാണ്. എന്നിട്ട് പിന്നെ ഓരോന്നോരോന്നെടുത്ത് ക്ലീൻ ചെയ്തെടുത്ത്. അച്ചാറുകൾ പലതരമുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെയും പറഞ്ഞിട്ടുണ്ട്, നോൺ വെജ് ആയാലും വെജ് ആയാലും കമ്പയർ ചെയ്താൽ എനിക്ക് ഏറ്റവും ഇഷ്ടം മാങ്ങ അച്ചാറാണെന്ന്. അപ്പോൾ അതുകൂടാതെ ഒന്നുകൂടി എടുത്തു പറഞ്ഞാൽ മാങ്ങയെക്കാളും കുറച്ചുകൂടി പ്രിയം ഇരുമ്പമ്പുളിയുടെ അച്ചാറിനോടാണ് കേട്ടോ. പിന്നെ പലരും പറയും ഇരുമ്പമ്പുളി ഹെൽത്തിന് നല്ലതല്ല, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞാൽ എന്തും അധികമായാൽ അമൃതും വിഷം. അച്ചാറെന്നൊക്കെ പറയുന്നത് നമ്മൾ ഡെയിലി ഒരു കുഞ്ഞു കഷ്ണം അല്ലെ 2 കുഞ്ഞു കഷ്ണം അത്രയല്ലേ കൂട്ടുന്നുള്ളൂ. ഒരു തനതായ ഒരു ടേസ്റ്റ് ഉണ്ടായി ഇരുമ്പമ്പുളിക്ക്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കഞ്ഞി കുടിക്കാനായാലും ചോറ് കഴിക്കാനായാലും. എന്നെ പോലെ എത്ര പേർക്ക് ഇരുമ്പമ്പുളി ഇഷ്ടമുണ്ടെന്നറിയില്ല. അപ്പൊ ഞാൻ പറഞ്ഞതുപോലെ ഏകദേശം വെളുപ്പിന് 2 മണിയായി. എല്ലാം അരിഞ്ഞു കഴിഞ്ഞപ്പോൾ അതിനുശേഷം അത് ഉപ്പിട്ട് വെച്ചിരുന്നു. ഉപ്പിട്ട് വെച്ച് പിറ്റേന്ന് വൈകിട്ട് ഒരു 6-7 മണി ആയപ്പോഴാണ് അച്ചാർ ഇടുന്നത് കേട്ടോ. അത്രയും നേരം അത് ഉപ്പിനകത്തിരുന്ന അതിന്റെ വെള്ളം എല്ലാം മൂറിപ്പോയിട്ട് കഷ്ണങ്ങൾ മാത്രമാണ് നമ്മളെടുത്ത് അച്ചാറിട്ടത്. അതുകൊണ്ട് തന്നെ ഒത്തിരി അങ്ങ് അലുത്ത് പോയിട്ടൊന്നുമില്ല കേട്ടോ. ഇരുന്നാലും സാധാരണ ഇരുമ്പമ്പുളി ഇരുന്നാൽ പെട്ടെന്ന് അലുത്ത് പോകേണ്ടതാണ്. ഭയങ്കരമായിട്ട് വെള്ളം ഇറങ്ങണം. പക്ഷെ നമ്മൾ ഈ വെള്ളം എല്ലാം കളഞ്ഞ് ചെയ്തതുകൊണ്ട് തന്നെ വെള്ളം ഇറങ്ങിയിട്ടുമില്ല. പിന്നീട് അതിന്റെ കഷ്ണങ്ങള് അതുപോലെ തന്നെ കിട്ടുന്നുമുണ്ട്. വാങ്ങിയവരൊക്കെ നല്ല അഭിപ്രായമാണ് പറഞ്ഞത് കേട്ടോ. 3-4 ബാച്ചിട്ട് ഞാൻ സ്റ്റാറ്റസ് ഇട്ടു. അന്നേരം തന്നെ അത് 2 ദിവസം കൊണ്ട് തന്നെ അത് ഫുള്ള് കംപ്ലീറ്റ് ആയിരുന്നു. അതിനുശേഷം വീണ്ടും ഇട്ടുകൊണ്ടിരിക്കുന്നു. ആ ഒരു സ്റ്റാറ്റസ് ഞാൻ ഇട്ടിട്ടുള്ളൂ. അതിന് പിന്നീട് ഞാൻ സ്റ്റാറ്റസ് ഇട്ടിട്ടില്ല കേട്ടോ. പിന്നീട് ഡയറക്റ്റ് നമ്മുടെ ലിസ്റ്റിൽ ആഡ് ചെയ്തു. എപ്പോഴും അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങളാണല്ലോ ലിസ്റ്റിൽ ആഡ് ചെയ്യുന്നത്. അപ്പൊ ഇത് സ്റ്റോക്ക് തീരുന്നത് വരെ നമുക്ക് ലിസ്റ്റിൽ ഇത് കാണും. ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലാത്തവർ ഇരുമ്പമ്പുളി ഒന്ന് വാങ്ങി ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എന്ന് വെച്ചാൽ ഒത്തിരി മേടിക്കണമെന്നൊന്നും ഞാൻ പറയുന്നില്ല. അപ്പം ഇത് ജോസാൻ കുറച്ച് കൊച്ചുവർത്താനം പറഞ്ഞുകൊണ്ട് വന്നതാണ്. പിന്നീടാണ് ഓർത്തത് ക്യാമറ ഉണ്ടല്ലോ എന്ന്. അതുകൊണ്ട് ഞാൻ ആ ഭാഗം കട്ട് ചെയ്തതാണ് കേട്ടോ. നിങ്ങൾ ചിന്തിക്കുക എന്താണ് ഈ പറയുന്നതെന്ന്. വീഡിയോ ഓണാ, അതുകൊണ്ട് ഞാൻ ഒന്നും പറയുന്നില്ല. അല്ലെങ്കിൽ ഞാനിപ്പോ അത് പറഞ്ഞേനെ. ഇന്നലെ ഇരുമ്പിപ്പുളി പറിക്കുന്നിടത്തുനിന്ന് ചീനി കിട്ടി. അത് വൈകുന്നേരം രാവിലെ കഴിച്ചു. വൈകുന്നേരം ഈ അയലോകത്തുനിന്ന് ഒരു ചക്കയുടെ കുറച്ച് പീസ് കിട്ടി. കുറെ സമയം എത്രയായി? പിന്നെ രണ്ടാമത് ഇതിന്റെ മേളിൽ ഞാൻ കയറിയിട്ട് കുറെ നാളായി. ഇല്ല, കട വന്നത് പിന്നെ നേരമില്ല. കട അടച്ചില്ല. അതിന് മുമ്പേ ചക്ക തീറ്റു തുടങ്ങി ഇവിടെ. നല്ല രുചിയുള്ള ചക്കയാണ്. ഈ വർഷത്തെ ആദ്യത്തെ ചക്കയാ കേട്ടോ. ആദ്യത്തെ ചക്ക നീ പറിച്ചിടാമെങ്കിൽ പിന്നെ എളുപ്പം. ചക്കയുടെ പരിപാടി പുറകാലം വരുന്നുണ്ട്. ചക്ക വരട്ടിയതൊക്കെ. എത്രയോ പേരൊന്ന് പേയ്മെന്റ് ചെയ്തിടാന്ന് പറയുന്നത്. ഞാൻ അവരുടെ അടുത്തെല്ലാം പറയുന്നേ ഫിക്സ് പറയുന്നില്ല. കാരണം സാധനം നമുക്ക് കിട്ടിയെങ്കിലല്ലേ ചെയ്യാൻ പറ്റുമോ. ബാബുച്ചാൻ്റെ ഉണ്ട്. അഞ്ചലി ഇല്ലയോ ഇപ്രാവശ്യം? തീരെ കുറവാന്ന് പറയുന്ന അവിടെ. അങ്ങനെ കാണും. പ്രകാരമാണ്. നീ എന്തോ തന്നു രാവിലെ? ചീനിയെന്നോ? നല്ലായിരുന്നോ? അല്ലായിരുന്നെങ്കിൽ എന്തി ഇവിടെ കൊണ്ട് മുളകടച്ച ഉണ്ടായിരുന്നല്ലോ. ദിവസം എടുത്തോ? ഇല്ല, എടുത്ത് കളഞ്ഞോ? ഞാൻ കപ്പയ്ക്ക് മുളകടച്ച ഇരിപ്പുണ്ടായിരുന്നു. ഞാൻ കപ്പ രാവിലെ ഇടിച്ചമ്മന്തി കൂട്ടിയായിരുന്നു. ഇവിടെ കുപ്പിയിലൊന്ന് ഇടിച്ചമ്മന്തി കൂട്ടി ഞാനങ്ങ് ഞാനെടുത്ത് കളഞ്ഞോ? കഴിഞ്ഞോ പറയാനുള്ളതൊക്കെ? ഇനിയൊന്നും പറയാനില്ലേ? ഇനി എന്തോ എല്ലാരും സുഖമായിട്ടിരിക്കുന്നുണ്ടല്ലോ. ഞങ്ങളും ഇവിടെ സന്തോഷമായിട്ടൊക്കെ ഇരിക്കുന്നു. സന്തോഷത്തിൽ നിങ്ങളെ ഞങ്ങൾ ഓർക്കുന്നു. നിങ്ങളെ വഴി കണ്ടവരും അല്ലാത്തവരും അറിയുന്നവരും ഇവിടെ വന്നവരും അവരെയൊക്കെ ഞങ്ങൾ ഓർക്കും.
പിന്നെ അല്ലാതെ ഞങ്ങളെ കാണാതെ കുറച്ച് ആൾക്കാർ നമുക്കുണ്ട്, കസ്റ്റമേഴ്സുണ്ട്, സബ്സ്ക്രൈബേഴ്സുണ്ട്, ഫേസ്ബുക്കിലും യൂട്യൂബിലുമായിട്ടൊക്കെ. ഇത് തീർന്നു കഴിയുമ്പം ഞാനിവിടെ നിന്ന് എഴുന്നേക്കും കേട്ടോ. തീർന്ന് 2 മടൽ മാത്രമായി കേട്ടോ. ഇച്ചിരി കിട്ടിയുള്ളൂ, എന്നാലും കൊതിക്കും വേണ്ടി കഴിക്കും. പക്ഷേ ഇത് ഒരു 3 ചക്ക കഴിഞ്ഞ് കിട്ടിയിരുന്നെങ്കിൽ ഇരുന്നങ്ങ് തിന്നായിരുന്നു. അത് മറ്റേ ചക്ക വരട്ടുന്ന സമയത്ത് കാണാം, അന്നേരം വേണ്ട. ഇത് ആദ്യമായിട്ട് ഇങ്ങനെ തോന്നും. ആ ശരിയാ. ചക്കക്കുരു എടുത്ത് കമ്മെഴുക്ക് വട്ടം. നല്ല ചക്കക്കുരു, വെടിക്കുരു. പരിപാടി കഴിഞ്ഞ് എണ്ണക്കിട്ട് ക്യാമറയൊക്കെ ഓഫ് ചെയ്തേരെ. കലാകാരൻ പോന്നു. കലാകാരൻ ഇന്ന് ഇത്രയും നേരം മൊഴിഞ്ഞു. കലാകാരൻ അല്ലാത്തപ്പം വിളിച്ചാൽ കലാകാരൻ വരത്തില്ല. കലാകാരന് മടിയ. ഇന്ന് ചക്ക ഉള്ളതുകൊണ്ട് കലാകാരൻ വന്നു. ഓ, ജോസ്യാൻ കഴിച്ചു. ജോസ്യൻ്റെ പാട്ടിന് പോയി. ഇനിയിപ്പോൾ നല്ല കുരുവാട്ടോ, കുറച്ച് കുരുവുണ്ട്. മെഴുക്ക് വരട്ടാം. ചക്കക്കുരു മെഴുക്ക് വരട്ടുന്നതും തോരനും കറിയൊക്കെ ഇവിടെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ സമയം വേണമല്ലോ ഒക്കെ ചിരണ്ടിയെടുക്കാനും. ഇന്ന് നേരത്തെ കിടക്കണം. എവിടെ ഇന്ന് എത്ര മണിയായി? 11:30 കഴിഞ്ഞു. ദിവസം ഈ കട അടയ്ക്കട്ടെ എന്ന് വെച്ചാൽ ഇത്രയും സമയമൊന്നും നമുക്കിവിടെ ആളുകളൊന്നുമില്ല കേട്ടോ. പക്ഷേ ഒരു ഷട്ടർ ഇടും, ഒരു ഷട്ടർ അടയ്ക്കാതെ ഇങ്ങനെ ഇട്ടേക്കും. നമുക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടോ എടുക്കണോ ലാസ്റ്റിലാണ് ആ ഷട്ടർ ഇടുന്നത്. പക്ഷെ ലൈറ്റെല്ലാം ഓഫ് ചെയ്ത് അതെല്ലാം ഓഫായിരിക്കും. അപ്പം കടയൊക്കെ അടച്ച് പാല് വന്നു വേണം, പാലെടുക്കണം. പശുവും പാല് അരിക്കുന്നുണ്ട്. അപ്പോൾ അത് ഗേറ്റിലിട്ടേക്കും. അതെടുത്ത് ഗേറ്റൊക്കെ അടച്ച് ലൈറ്റെല്ലാം ഓഫ് ചെയ്ത് കയറും. അപ്പോഴത്തേക്ക് ഇന്നത്തെ നമ്മുടെ പരിപാടി കഴിഞ്ഞു. എൻ്റെ അരക്ക് ഞാൻ കളയുന്നത് നമ്മുടെ ഗ്യാസ് അടുപ്പുണ്ടല്ലോ, അത് കത്തിച്ചിട്ട് അതിൻ്റെ മുകളിലോട്ട് വെക്കും. എന്നിട്ടൊരു പേപ്പറിട്ട് തുടച്ചാൽ മതി, നല്ലപോലെ പോകും. കേൾക്കുന്ന എക്സ്പീരിയൻസ് ഉള്ള അമ്മമാർ വിചാരിക്കും പിന്നെ ഇതൊക്കെ ആർക്കറിയാൻ വയ്യാത്ത എന്ന് ചിന്തിക്കും. പക്ഷെ അറിയാൻ വയ്യാത്ത ആരെങ്കിലും ഒരാളെങ്കിലും ഉണ്ടെങ്കിലോ. കാരണം ഞാൻ കഴിഞ്ഞ ദിവസം കരിമീൻ്റെ ഞാൻ ഇതുപോലെ പറഞ്ഞില്ലായിരുന്നു, എല്ലാവർക്കും അറിയായിരിക്കും, എങ്കിലും അറിയാത്ത ആരെങ്കിലും കാണുമെന്ന്. 3-4 പേരുണ്ടായിരുന്നു. 1-2 പേര് കമൻ്റ് ഇട്ടു, ബാക്കി പേര് വാട്സപ്പിൽ പറഞ്ഞു പുതിയ അറിവാണ്, താങ്ക്സ് എന്ന്. അപ്പോൾ നമ്മളെല്ലാം അറിയാവുന്ന ആരും ഇല്ലെന്നേ. എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ ഞുണുക്ക് കാര്യങ്ങളായിരിക്കും, പക്ഷേ അറിയാത്തവരും കാണും. അതുകൊണ്ട് പറഞ്ഞു കേട്ടോ. പുതിയ കുട്ടികൾ ആരെങ്കിലുമൊക്കെ ചക്ക അരിയുന്നെങ്കിൽ, ചക്ക വെട്ടിയെന്നെങ്കിൽ, പിച്ചാത്തിയൊക്കെ അരക്കാണെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ ഇച്ചിരി പച്ചവെള്ളം തെളിച്ച ശേഷം വേറെ ഒരു പിച്ചാത്തി വെച്ച് ഇങ്ങനെ ആക്കി ചെയ്യാം. അതിനേക്കാളും എനിക്ക് കുറച്ചുകൂടി ബെറ്ററായിട്ട് തോന്നുന്നത് ഗ്യാസ് അടുപ്പിലോട്ട് ഈ 2 സൈഡൂടെ ഇങ്ങനെ അടുപ്പ് കത്തിച്ചേച്ച്, ഗ്യാസ് അടുപ്പോ വിറകടുപ്പോ വട്ടവർ ഇങ്ങനെ അങ്ങോട്ടാക്കി വെച്ച് അന്നേരം അതങ്ങ് ഉരുകും. ആ അരക്കുരുകും. എന്നിട്ട് നമ്മുടെ ഈ ന്യൂസ് പേപ്പർ ഉണ്ടല്ലോ അത് വെച്ച് ഇങ്ങനെ അങ്ങ് തുടച്ച് കളഞ്ഞാൽ മതി. പക്ഷേ അതിൻ്റെ മൂർച്ച കുറയുമെന്നാണ് പറയുന്നത് ഇത് അടുപ്പിൽ വെച്ചാൽ. എനിക്കറിയില്ല കേട്ടോ, ഞാനങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പം ഓക്കെ, ടാറ്റ.